ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 18-ാം ഞായർ. നമ്മുടെ ജീവിതത്തിലെ കുറവുകളിലും നഷ്ടങ്ങളിലും ഇല്ലായ്മകളിലും സമൃദ്ധിയും സംതൃപ്തിയും വരുത്തുന്ന ദൈവത്തെയാണ് ഇന്നത്തെ ബൈബിൾ ഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷം, 5 അപ്പം കൊണ്ട് കർത്താവ് 5000 പേരെ തീറ്റിപ്പറ്റിയ അത്ഭുതം. 4 സുവിശേഷങ്ങളിലും വിവരിക്കുന്ന ഏക അത്ഭുതമാണത്. ഈശോ ചെയ്ത പല അത്ഭുതങ്ങളുണ്ട്. അവയിൽ 4 സുവിശേഷങ്ങളിലും കാണുന്ന അത്ഭുതം അതാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പറ്റിയ അത്ഭുതം. അതിന് ദിവ്യകുർബാനയുമായി വലിയ ബന്ധമുണ്ട്. ദിവ്യകുർബാനയിൽ ഈ അപ്പത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. കൂദാശ ശുശ്രൂഷയിൽ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുക്കുന്ന കാഴ്ചവെപ്പിൽ അപ്പം എടുക്കപ്പെടും. കൂദാശ സമയത്ത് അത് വാഴ്ത്തപ്പെടും. അപ്പം മുറിക്കൽ സമയത്ത് അത് മുറിക്കപ്പെടും. കുർബാന സ്വീകരണ സമയത്ത് അത് കൊടുക്കപ്പെടും. ഈ 4 കാര്യങ്ങളും കർത്താവ് ചെയ്യുന്നതായി ഈ അത്ഭുതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്ത്യത്താഴത്തിലും കർത്താവ് അത് തന്നെ ചെയ്തത്. ഒരു വിധത്തിലെ ഈശോയുടെ ജീവിതം മുഴുവൻ അവിടെ അവതരിപ്പിക്കപ്പെടുക. ജ്ഞാനസ്നാന സമയത്ത് കർത്താവ് എടുക്കപ്പെട്ടു, താബോർ മലയിൽ വാഴ്ത്തപ്പെട്ടു, കാൽവരി കുരിശിൽ മുറിക്കപ്പെട്ടു, ഉത്ഥാനത്തിലൂടെ നൽകപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഒത്തിരി കുറവുകളുണ്ട്. ഒത്തിരി രൂപത്തിൽ ആസക്തികളുണ്ട് മനുഷ്യന്. ആഹാരത്തിന് വേണ്ടിയുള്ള ആസക്തിയുണ്ട്, സ്നേഹത്തിന് വേണ്ടിയുള്ള ആസക്തിയുണ്ട്, നമ്മുടെ ജീവിതത്തിലെ അർത്ഥത്തിന് വേണ്ടിയുള്ള ആസക്തിയുണ്ട്. ആ ആസക്തികൾക്കെല്ലാം പരിഹാരം നമുക്ക് ഈശോയിലുണ്ട് എന്ന് ഇന്നത്തെ ബൈബിൾ ഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഇന്നത്തെ 1-ാമത്തെ വായന നമ്മൾ വായിക്കുമ്പോൾ ആസക്തികളിൽ വിഷമിക്കുന്ന മനുഷ്യനെ നോക്കി കർത്താവ് ആശ്വാസത്തിൻ്റെ വാക്ക് പറയുന്നത് നമ്മൾ കേൾക്കുക. ദാഹാർത്തരേ, നിങ്ങൾ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ജീവൻ്റെ ജലമേകാം. സമൃദ്ധമായി സൗജന്യമായി കർത്താവ് ആ സംതൃപ്തി തരുക, സമൃദ്ധി തരുക. സംതൃപ്തി ഏകാത്തതിന് വേണ്ടി നിങ്ങൾ എന്തിന് പണം ചെലവഴിക്കുന്നു? സംതൃപ്തി ഏകാത്തതിന് വേണ്ടി നിങ്ങൾ എന്തിന് വൃഥ അധ്വാനിക്കുന്നു? ഇന്ന് അനേകർ ആസക്തികളിൽപ്പെട്ട് ലോകത്തെ മുഴുവനും വാരിക്കൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒന്നും അവർക്ക് സംതൃപ്തി ഏകുന്നില്ല. ഇപ്പം മയക്കുമരുന്നും മദ്യവും ഒക്കെ മാത്രമല്ല, ഒത്തിരി ആസക്തികളാണ്. പണത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, ഈ ലോകത്തെ മുഴുവനും സ്വന്തമാക്കാനുള്ള വ്യഗ്രതയാണ്. പക്ഷേ ഈ ലോകത്തെ മുഴുവനും സ്വന്തമാക്കിയാലും സംതൃപ്തി വരാത്ത അവസ്ഥയുമാണ്. കാരണം ലോകത്തിന് നമ്മുടെ ദാഹത്തെയും വിശപ്പിനെയും തീർക്കാനാവില്ല. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ വിശക്കുന്നതും ദാഹിക്കുന്നതും ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് നിത്യം നിലനിൽക്കുന്ന സ്നേഹം തരാം എന്നുള്ള വലിയ വാഗ്ദാനമാണ് 1-ാമത്തെ വായനയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇന്നത്തെ സങ്കീർത്തനവും പ്രിയപ്പെട്ടവരുടെ 145-ാം സങ്കീർത്തനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആ സ്നേഹത്തെയും കരുണയെയും കുറിച്ചാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് സംതൃപ്തി വരിക. അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരിലുമുള്ള ദാഹം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. എല്ലാ മനുഷ്യരുമുള്ള വിശപ്പ് ദൈവവചനത്തിന് വേണ്ടിയുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടുമാണ് നാം ജീവിക്കുക എന്ന്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ തന്നെ ദൈവം പറയാണ്, നിങ്ങൾ വാ, എൻ്റെ അടുത്ത് വന്ന് ഭക്ഷിക്കുക, പാനം ചെയ്യുക, എൻ്റെ വാക്ക് കേൾക്കുക, നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കും എന്ന് ഈശോ എടുത്തു പറയുക. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ 2 പ്രാവശ്യം അത് പറയുകയാണ്. എൻ്റെ വചനം
ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെടുമ്പോഴാണ് നമ്മുടെ വിശപ്പ് തീരുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൂരിതരാകുമ്പോഴാണ് നമ്മുടെ ദാഹം തീരുക. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ 37-38 വാക്യങ്ങൾ നോക്കുക. ദാഹാർത്തരേ, നിങ്ങൾ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ജീവൻ്റെ ജലമേകാം എന്ന് കർത്താവ് പറയുന്നില്ലേ? അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ 1-ാമത്തെ വായന. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2-ാമത്തെ വായനയിലേക്ക് നോക്കുക. പൗലോസ് അപ്പോസ്തലൻ്റെ വലിയൊരു ബോധ്യമാണ് നമ്മളവിടെ കാണുക. നമ്മളെല്ലാവരും നിരന്തരം വായിക്കേണ്ട ഒരു ബൈബിൾ ഭാഗമാണ്. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തുമെന്നാണ് ചോദ്യം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും ആർക്കും, ഒരനുഭവത്തിന് പോലും അല്ലെങ്കിൽ ഒരു ശക്തികൾക്ക് പോലും നമ്മെ വേർപെടുത്താനാവില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുക. ആ സ്നേഹം നിത്യം നിലനിൽക്കുന്ന, ഒരിക്കലും നമ്മളെ കൈവിടാത്ത ദൈവത്തിൻ്റെ സ്നേഹം. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവനാണ്, എനിക്ക് സംതൃപ്തിയേകുന്ന, സമൃദ്ധിയേകുന്ന ആ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൽ ഉറയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സൗഭാഗ്യപൂർണ്ണമാവുക. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ ഒരു വിധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് 8-ാമത്തെ അധ്യായം. അതിൻ്റെ സമാപന ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ മറ്റുള്ള ഭാഗങ്ങൾ വായിച്ചു കേട്ടു. അതിൻ്റെ സമാപന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയായി വായിച്ചു കേട്ടത്. നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്നത് സ്നാപയോഹന്നാൻ്റെ മരണമറിഞ്ഞ് കർത്താവ് ഒരു വിധത്തിൽ അതോർത്ത് വിലപിക്കാൻ പോകുന്ന കാര്യം, കർത്താവ് തനിയെ പോകാനായിട്ട് ഉദ്യമിച്ച് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നത്. സ്നാപയോഹന്നാൻ എന്നെ ഹെറോദസ് കൊന്ന കാര്യം അറിഞ്ഞ് കർത്താവ് അവിടെ നിന്നും പിൻവാങ്ങുക, തനിയേ പോയി വിലപിക്കുവാനും ഒക്കെയായിട്ടാണ് പോവുക. പക്ഷെ കർത്താവ് അവിടെ ചെല്ലുമ്പോഴെന്താ സംഭവിക്കുന്നത്? ആൾക്കാർ അനേകർ കർത്താവിനെ തേടി അവിടെ വന്നിരിക്കുക. വിശ്രമിക്കാൻ വേണ്ടി ചെന്ന കർത്താവ് കാണുന്നത് വലിയൊരു ജനക്കൂട്ടത്തെയാണ്. ഇവരെല്ലാം എനിക്ക് ശല്യമായല്ലോ എന്ന് പറഞ്ഞല്ല ഈശോ ഇരിക്കുന്നത്. കർത്താവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി എന്ന് പറയുക. എന്നിട്ട് അവരുടെ ഇടയിലെ രോഗികളൊക്കെ സുഖപ്പെടുത്തുക. അവിടെ കൊണ്ടും തീരുന്നില്ല. ശിഷ്യന്മാർ വൈകുന്നേരമായപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയാണ്, കർത്താവേ, ഇവർക്കൊക്കെ വിശക്കുന്നുണ്ട്, വലിയൊരു വിഷമസന്ധിയിലാണ് നമ്മൾ, നേരം അസ്തമിക്കാറായി, 5000-ത്തിലധികം പുരുഷന്മാർ തന്നെയുണ്ട്, ഇവർക്ക് ഭക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവരെന്താണ് നിർദ്ദേശിക്കുന്ന ആ പരിഹാരം എന്താ? ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. കണ്ണടച്ച് പ്രശ്നത്തെ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കുന്ന പോലെ അവർ ചെയ്യുക. കണ്ണടയ്ക്കുന്നതുകൊണ്ട് അന്ധകാരമാകുന്നില്ല. അപ്പോൾ അവരെ പറഞ്ഞു വിടുകയല്ല വേണ്ടത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ഈശോ അവരോട് പറയുക. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് കേട്ടിട്ട് അവർ അന്തിച്ചു പോയി. ഇവർക്കെല്ലാം കൊടുക്കാനുള്ള ഭക്ഷണം എവിടെ? അവർ പോയി നോക്കിയിട്ട് എന്താ പറയുന്നത്? കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയാം, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ വെറും 5 അപ്പവും 2 മീനുവേ ഉള്ളൂ. അവർ ചിന്തിക്കുന്നത് ഈ ലോകത്തിൻ്റെ വെളിച്ചത്തിലാണ്, കുറവുകളാണ് കാണുന്നത്, ഇല്ലായ്മയാണ് കാണുന്നത്. ഞങ്ങൾക്കൊന്നുമില്ലല്ലോ എന്നാ കാണുക. ഞങ്ങൾക്ക് പോലും ഒന്നും തികയുന്നില്ല, പിന്നെ എങ്ങനെ ഇവർക്ക് കൊടുക്കുക? കർത്താവ് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ശിശുമാരുടെ ചിന്താഗതി അതാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. അവർ പ്രശ്നം തിരിച്ചറിഞ്ഞു, പ്രശ്നത്തിന് അവർ പരിഹാരം കൊടുത്തു. പക്ഷെ ആ പരിഹാരമല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ പോയി നോക്കിയിട്ടാണ് പറയുന്നത്, 5 അപ്പവും 2 മീനും. നിങ്ങളത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. ഇത്രയും ഉള്ളല്ലോ, ഇത്രയും പേരെ തീറ്റിപ്പറ്റുന്ന ഇത്രയും ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ ഇരിക്കുമല്ല അവർ ചെയ്തത്. അവരെന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞത് കേട്ട് കർത്താവിൻ്റെ കയ്യിലേക്ക് എല്ലാം കൊണ്ട് കൊടുത്തു. തങ്ങൾക്കുള്ളത് മുഴുവനും കൊടുത്തു. അവർക്കും വിശക്കുന്നുണ്ട്. ഒരപ്പം പോലും അവർക്ക് വേണ്ടി അവർ മാറ്റി വയ്ക്കാതെ എല്ലാം കർത്താവിന് കൊടുത്തു. അല്പമേ ഉള്ളായിരുന്നു എങ്കിൽ പോലും. എന്നിട്ട് കർത്താവ് എന്താ ചെയ്തേ? ആൾക്കാരെ എല്ലാം ഇരുത്തി
എന്നിട്ട് പുൽത്തകടിയിലിരുത്തി എന്ന് പറയുക. അത് 23-ാം സങ്കീർത്തനത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് ആടുകളെ നയിക്കുന്ന ഇടയൻ്റെ കാര്യം നമ്മൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ. കർത്താവ് അപ്പം എടുത്ത്, അപ്പോൾ ഇത്രയും പോരാ എന്നൊന്നും കർത്താവ് പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ഇങ്ങ് കൊണ്ടുവന്നേ പറയുന്നുള്ളൂ. കർത്താവ് അപ്പം എടുത്തു, എന്നിട്ട് വാഴ്ത്തിയല്ലേ, നന്ദി പറഞ്ഞു ദൈവത്തിന്. ശിഷ്യന്മാർ ഇത്രയും ഉള്ളല്ലോ എന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഇത്രയും ഉണ്ടല്ലോ എന്നാ പറയുക. ഈ അപ്പം എടുത്ത് ദൈവമേ ഇത്രയും അപ്പവേ നീ തന്നുള്ളല്ലോ എന്നല്ല കർത്താവ് പറയുന്നേ. ഇവരെല്ലാം തീറ്റിപ്പോറ്റാൻ ഇത്രയും അപ്പം നീ തന്നല്ലോ, നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, നന്ദി പറയുക. നമ്മൾ ഇല്ലായ്മയിൽ ശ്രദ്ധിച്ചാൽ ഒന്നിനും തികയത്തില്ല. എന്നാൽ ഉള്ളതിൽ ശ്രദ്ധിക്കുമ്പോഴോ നന്ദി പറയാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴോ ഉള്ളതിനെക്കുറിച്ച് ബോധപ്പെടും. അതോർത്ത് നന്ദി പറയുമ്പോഴോ അത് സമർത്ഥമാവുകയും ചെയ്യും. അവിടുന്ന് അപ്പം എടുത്ത് വാഴ്ത്തി അല്ലെ നന്ദി പറഞ്ഞു, എന്നിട്ട് മുറിച്ചു. മുറിക്കപ്പെട്ടാൽ മാത്രമേ അപ്പം എല്ലാവർക്കും തികയത്തുള്ളൂ. മുറിക്കാതിരുന്നാൽ 5 പേർക്കേ തികയത്തുള്ളൂ. അപ്പം മുറിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ മുറിക്കപ്പെടലുണ്ട്. എന്തിനാ കർത്താവ് നമ്മെ മുറിക്കുന്നതെന്നറിയാവോ? കൊടുക്കപ്പെടാനാണ്, കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് എടുത്തതാ. ഓരോ കുർബാനയിലും കർത്താവ് നമ്മളെ എടുക്കുക, നമ്മളെ വാഴ്ത്തുക, എന്നിട്ടോ നമ്മളെ മുറിക്കുക, എന്നിട്ട് നമ്മളെ കൊടുക്കുക. ഈശോയുടെ ജീവിതത്തോട് നമ്മളെ ഒന്നു ചേർക്കുക, കൊടുക്കുക. നമ്മളൊക്കെ ലോകത്തിൽ കർത്താവിനാൽ കൊടുക്കപ്പെട്ടവരാകണം. മനുഷ്യൻ്റെ വിശപ്പിനെയും ദാഹത്തെയും തീർക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ മുറിച്ചു കൊടുക്കുന്ന അനുഭവം ദിവ്യകുർബാനയിലെ വചനത്തിലൂടെ, അപ്പത്തിലൂടെ, വീഞ്ഞിലൂടെ എല്ലാം പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് സംതൃപ്തിയേകുന്ന ഒരു അനുഭവമാണ്. ദിവ്യകുർബാനയ്ക്ക് ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയിലെ സ്നേഹമുണ്ടല്ലോ, ഒരു വിധത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ദിവ്യകുർബാനയിലെ കൂട്ടായ്മ. പരസ്പരം ക്ഷമിച്ച്, ക്ഷമ ചോദിച്ച്, ഒരുമിച്ച് ഒരേ വചനം ശ്രവിച്ച്, ഒരേ കാര്യങ്ങൾ ഓർത്ത്, ഒരേ കാര്യം ലക്ഷ്യം വെച്ച് ദൈവരാജ്യത്തിൽ കണ്ണെന്നിട്ട് പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കൂടുന്ന ജനം. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും പ്രത്യേകം വായിക്കുന്നുണ്ട്. ഒരേ മനസ്സും ഒരേ ഹൃദയമുള്ളവരായി ഒരുമിച്ച് കൂടി എന്ന് പറയണം. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ ഒഴുകുക. അപ്പോൾ ഓരോ കുർബാനയിലും പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവം തരുന്ന സംതൃപ്തിയും സമൃദ്ധിയും അനുഭവിക്കുക. അവർ കൊടുക്കാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ, തങ്ങൾക്കുണ്ടായിരുന്നത് ഇത്രയേ ഉള്ളൂ എന്നുള്ള ചിന്ത മാറി. കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ അപ്പം വർദ്ധിക്കാൻ തുടങ്ങി. അവസാനമോ ഈ ഓരോ ശിഷ്യന്മാർക്കും ഓരോ കൊട്ട നിറച്ച അപ്പം ബാക്കി വന്നു എന്ന് പറയാം. സമൃദ്ധി. അവിടെ എല്ലാവരും സംതൃപ്തരായി, എന്നിട്ട് സമൃദ്ധി വന്നു എന്ന് പറയാണ്. കർത്താവിനടുത്ത് സംതൃപ്തിയുണ്ട്, സമൃദ്ധിയുണ്ട്. കർത്താവിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് ദാഹിക്കാം, വിശക്കാം. നമ്മുടെ യഥാർത്ഥ വിശപ്പ്, യഥാർത്ഥ ദാഹം കർത്താവിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി, കർത്താവാകുന്ന ജീവൻ്റെ അപ്പത്തിനു വേണ്ടി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള ജീവനേകുന്ന അപ്പത്തിനു വേണ്ടി. ആ ദാഹത്തെയാണ് ഓരോ ദിവ്യ കുർബാനയിലും പ്രിയപ്പെട്ടവരെ, ആ ദാഹത്തെയാണ് കർത്താവ് തീർക്കുന്നത്. ആ വിശപ്പിനെയാണ് കർത്താവ് അടക്കുന്നത്. എന്നിട്ട് നമ്മളെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുന്ന അനുഭവം. നമ്മൾ ദൈവമക്കളാ. ആ ദൈവം കരുണ നിറഞ്ഞവനാ, സ്നേഹം നിറഞ്ഞവനാ, സംതൃപ്തിയേകുന്നവനാ, സമൃദ്ധിയേകുന്നവനാ. നമുക്ക് പ്രിയപ്പെട്ടവരെ ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാം. നമ്മുടെ ദുഃഖത്തെ പോലും മറന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ സമയവും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സമ്പത്തും നമ്മളെ തന്നെ, നമ്മുടെ കഴിവുകളും ഒക്കെ
പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ സ്നേഹവും കർത്താവേകുന്ന രക്ഷയും കർത്താവേകുന്ന സമർത്ഥമായ ജീവനും പകർന്നു കൊടുക്കുന്ന അനുഭവമാകട്ടെ. ഓരോ ക്രൈസ്തവനും തന്നെ മറന്ന്, ഓരോ ക്രിസ്തു ശിഷ്യനും തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ആയിത്തീരണം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ദൈവജനത്തിനായി പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാം. നമ്മിലൂടെ മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം നുകരട്ടെ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കട്ടെ, ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് നിറയട്ടെ, ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റി ജീവിക്കുവാൻ തയ്യാറാകാം. ദൈവാനുഗ്രഹം ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.